താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഹാസ്യ താരങ്ങളോട് മലയാളികൾക്ക് ഒരു വല്ലാത്ത ഇഷ്ടമാണ്. ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ അതിഥിയായി എത്തുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കുഞ്ചൻ. കുഞ്ചൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. കഥ പറയാനാണെങ്കിൽ എത്ര 70 മുതൽ 2017 വരെ എത്ര വർഷം, ഒരുപാട് അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ് അല്ലേ. നസീർ സാറിന്റെ കൂടെയാണ് ആദ്യത്തെ സിനിമ, അതും ഒരു വല്ലാത്ത ഭാഗ്യം. റെസ്റ്റ് ഹൗസ് അത് വലിയൊരു സൗഭാഗ്യമാണ് ഞാൻ സംബന്ധിച്ചത്. അത്ര ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്. ഒരു നടൻ എന്നതിനുപരി ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ഒരുപാട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ഒരു അക്ഷയപാത്രമായിരുന്നു. അറിഞ്ഞും അറിയാതെയും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഒരു സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ അത് സെറ്റിൽ ചെന്നാലും നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് പുള്ളി കുഴപ്പമില്ല. നമ്മൾ ഈ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പരിഭ്രമം കാണുമല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയാൻ തന്നെ അതേ വലിയൊരു പ്രശ്നമാണ്. ഇപ്പം എന്തെങ്കിലും തെറ്റിപ്പോയാൽ തന്നെ പുള്ളി കുഞ്ഞെ വേണ്ട, ആ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനപ്പെടുത്തി ആ സെറ്റിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും. അന്നത്തെ കാലത്ത് ഒരു സൂപ്പർ താരം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ മെഡ്രാസിലെ മേശപ്പുറത്ത് ഇത്ര കട്ടിക്കായിരിക്കും കത്തുകൾ. അതൊന്നും പ്രണയലേഖനമല്ല, അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും വിഷമം അറിയിച്ചുകൊണ്ടുമുള്ള കത്തുകളായിരുന്നു എന്ന്. അത്തരം ഒരു വ്യക്തിത്വം, അത് മുഴുവൻ വായിക്കാനുള്ള ഒരു മനസ്സ്, അത് അറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ്, അത് ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് നമുക്ക് മാത്രമല്ല സിനിമാ വേദിയിൽ ഒരുപാട് അറിയപ്പെടാത്ത ഒരുപാട് ആൾക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റ് ഹൗസിൽ അഭിനയിക്കുമ്പോൾ ഒരു സൂപ്പർ താരമാണ്. എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു ചേട്ടാ? അല്ല, അന്നൊക്കെ നമ്മൾ ചെറുപ്പമല്ലേ, അദ്ദേഹത്തെ കാണുക, നോക്കി നിന്ന് പോവും. നല്ല ഐശ്വര്യമുള്ളൊരു മുഖം. പിന്നെ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി നമ്മളെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു ആരാധനാ പുരുഷനായിരുന്നു പുള്ളി. എൻ്റെയൊക്കെ അപ്പോൾ നേരിട്ട് കാണുക. അതെ, പിന്നെ കൂട്ടത്തിൽ ഷീലാമ്പിൻ്റെ നോക്കി നിന്നിട്ടുണ്ട്. കുഞ്ചൻ എന്ന പേരിട്ടത് തിക്കുറിശി സാറാണ്. പക്ഷെ ആരെങ്കിലും ഇപ്പൊ മോഹൻദാസ് എന്ന് വിളിക്കാറുണ്ടോ? അല്ല, ഇല്ല. എൻ്റെ കൂടെ പഠിച്ചവർ മാത്രം മോഹൻദാസ് എന്ന് വിളിക്കുള്ളൂ. പിന്നെ ഈ പേര് മാറ്റാൻ കാരണം അന്ന് ചട്ടക്കാരൊരു മോഹൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമയിൽ മോഹൻ എന്ന് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് വെച്ചത്. അങ്ങനെ തിക്കുറിശി മാമൻ നഗരം സാഗരം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ബാംഗ്ലൂർ നടക്കുമ്പം, എടാ നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുന്നു, കുംഭൻ എന്ന് അന്ന് ന്യൂമറോളജിയൊക്കെ നോക്കിയിട്ട് പുള്ളി അങ്ങനെ പേരിട്ട്. പക്ഷെ ആ പേര്, അദ്ദേഹം ഇട്ട പേര് ആർക്കും മോശമായിട്ടുള്ള, ബഹദൂർക്ക, പ്രേം നസീർ, അങ്ങനെ ഒരുപാട് പേർ, ശശികുമാർ സാറ്, പ്രേം പ്രകാശ്, ജോസ് പ്രകാശ്, അങ്ങനെ പലർക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആയിരിക്കും പഴയ സഹപാഠികൾ വന്ന് വിളിക്കുന്നതല്ലേ. അവർക്കൊക്കെ കുറച്ച് അല്ലേ, നമ്മൾ വരില്ല എന്നാണ്. കാരണം സഹപാഠികളൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ വിഭ്രാന്തിയാണ്. കാരണം പ്രായവെളിയിൽ വരുമല്ലോ, അവിടെ കുഞ്ചാന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ മാനം കിടപ്പ് പോകും. അത് ഇഷ്ടമാണ്. പക്ഷെ ചേട്ടൻ അന്നും ഇന്നും ഒരേ രൂപത്തിലാണ്. എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നുണ്ട് ചേട്ടാ? ഈ തമാശ ഹാസ്യ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്? അങ്ങനെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് നമുക്കെല്ലാം പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. ഒരുപാട് ആർത്തി വരുമ്പോഴാണ് പ്രശ്നം. ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. 5 രൂപ കിട്ടിയാൽ 5 രൂപയിൽ ജീവിക്കാൻ നോക്കുക. അല്ലാതെ ഞാൻ മമ്മൂട്ടിയെ കണ്ട്, എൻ്റെ തൊട്ടടുത്താണ് മമ്മൂട്ടി, അദ്ദേഹത്തെ കണ്ട് ജീവിക്കാതെ 5 രൂപ കയ്യിൽ 2 രൂപ കൊണ്ട് കടവും വെച്ച് ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. 5 രൂപ കിട്ടി 5 രൂപ ജീവിക്കുക. ഈ 5 രൂപയെങ്കിലും നമുക്ക് ദൈവം തരുന്നുണ്ടല്ലോ എന്ന് മാത്രം. അതിനേക്കാൾ എത്രയോ പേര് ഒരു 5 രൂപയ്ക്ക് വേണ്ടി കൊതിക്കും. നമ്മളൊക്കെ അത്രയും അനുഭവിച്ച ആളാണ്. നമുക്ക് സിനിമയിൽ വരുമ്പം ഒരു പടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷുവും സംക്രാന്തിക്കുള്ളൊരു പടം, തുച്ഛമായ ശമ്പളം, പിന്നെ ബാക്കിയുള്ള കാലം പൈപ്പിലെ വെള്ളവും ബണ്ണുമൊക്കെ ഇട്ട് അങ്ങനെ പോകും. അതൊരു സുഖമാണ്. പക്ഷെ ആ ഒരു സുഖം ഇന്നില്ല. ആ ബന്ധങ്ങൾ ശിഥിലമായില്ല. ബന്ധങ്ങളില്ലല്ലോ ഇപ്പം. ഒന്നാമത് ക്യാരവനും ഈ ഫോണും ഒക്കെ വന്നതിന് ശേഷം ഷോട്ട് കഴിഞ്ഞ്, പണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തമാശ പറയും, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതില്ലല്ലോ. ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഹീറോയിൻ പോയി ക്യാരവനിലിരിക്കും, അല്ലെങ്കിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വാട്സപ്പോ മറ്റേ കുത്തിക്കൊണ്ടിരിക്കും. ബന്ധങ്ങളില്ല. ഒരു തമാശ പറയാനോ ആളുകളില്ല. അവരവരുടെ കാര്യം. എല്ലാ നടന്മാരുടെ കൂടെയും അഭ്രപാളികളിൽ തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയൻ. മലയാളികളുടെ ഒരു വിസ്മയ പ്രകടനം കാഴ്ചവെച്ച നടനാണ്. മലയാളി ഒരിക്കലും മറക്കാൻ പറ്റില്ല. കമൽഹാസന്റെ കൂടെ തമിഴില്, അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ്
കമലഹാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഇപ്പോഴും വിളിക്കാറുണ്ടെന്ന് എനിക്ക് ഇടയ്ക്ക് വിളിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അതൊരു എൻസൈക്ലോപീഡിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് അദ്ദേഹത്തിനോട് അഭിനയിക്കുക എന്ന് പറയാൻ തന്നെ പുള്ളി നമ്മളെ കൂടെ അങ്ങ് ഇഴുകി ചേർന്ന് അദ്ദേഹം നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റലുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു തരും. നമുക്കൊരു കംഫർട്ട് സോൺ. നമ്മളെ മാത്രം അദ്ദേഹം മാത്രം നന്നാകണമെന്ന് ചിന്താഗതിയാണ്. ആ സെറ്റിൽ ആരൊക്കെയുണ്ട്, ആരായാലും എത്ര ആർട്ടിസ്റ്റുണ്ട്, അവരെല്ലാവരും ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് ആയെങ്കിൽ മാത്രമേ ജയിക്കെടുക്കുള്ളൂ. പിന്നെ റിഹേഴ്സലൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം തന്നെ റിഹേഴ്സലും കാര്യങ്ങളും ക്യാമ്പൊക്കെ ഉണ്ട്. ഞാൻ തമിഴ് പടത്തിൽ അഭിനയിക്കുമ്പോൾ വെരി കംഫർട്ട്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കാരവൻ ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു പയ്യൻ, ഭക്ഷണം, ജ്യൂസ്, കാര്യങ്ങൾ അവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുകയാണ്, ഒരാൾ നമുക്ക് വേണ്ടിയുണ്ട്. എല്ലാ ക്ഷേമവും ജയനെ എങ്ങനെ ഓർക്കുന്നു ചേട്ടാ? ജയൻ ഞാൻ പറയാം, ഞാൻ ഇതുപോലെ സിനിമയ്ക്കകത്ത് വരുമ്പോൾ പരിചയപ്പെട്ടൊരു വ്യക്തിയാണ്. നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. എന്നോട് വളരെ സ്നേഹപൂർവ്വമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം ആണ് എനിക്ക് ഏറ്റവും വലിയ ഷോക്ക്. എൻ്റെ വീട്ടിലൊരു പെട്ടി വെച്ചിട്ടാണ് പോയത്, ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് വലിയ അതെ, ഞാനുണ്ടാപ്പണത് കൂടുതലൊക്കെ. അപ്പോൾ അത് വലിയ വിവാദമായി. അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പെട്ടിക്കകത്ത് 8-10 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അനിയൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അന്നന്ന് 8-10 ലക്ഷം രൂപ കിട്ടാനുള്ള മാർഗം പോലില്ല. 5 രൂപ 10 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് മാൽക്കെന്നും പറഞ്ഞ് ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ വെച്ച് പെട്ടിയൊക്കെ തുറന്നേക്കുക. അദ്ദേഹത്തിൻ്റെ കുറച്ച് ബിഗ്ഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം മരിച്ചതിന് ശേഷം 8 ലക്ഷം 10 ലക്ഷം എന്ന് പറയുന്നല്ലോ, ഒരു പെട്ടി വീട്ടിൽ വെക്കണമെങ്കിലുള്ള ആത്മബന്ധം. അത് ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞാൻ മുണ്ടക്കയം പോവുകയാണ്. അപ്പോൾ കുഞ്ചൻ്റെ വീട്ടിൽ എനിക്ക് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വന്ന അവിടെ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രേക്ഷകരെ കരയിക്കാൻ എളുപ്പമാണ്, ചിരിപ്പിക്കാൻ വലിയ പാടാണ്. എത്രത്തോളം ചലഞ്ചിങ് ആണ് ചേട്ടാ? അത് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയൻ സീരിയസ് റോൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ സംസാരത്തിലോ, ഇപ്പം ലേലം, പത്രം, ഇപ്പം മുംബൈ പോലീസ്, ഇതൊക്കെ നല്ല സീരിയസ് റോളായിരുന്നു. അതിനകത്ത് നമ്മളൊരു ചേഷ്ടം അറിയാൻ മതി, ആളുകൾ ചിരിച്ചു പോകും. സത്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവം, എക്സ്പെഷ്യലി കോമഡിയൻ. അത് ചാർലി ചാപ്ലിനെ മാത്രം ആലോചിച്ചാൽ മതില്ല. അദ്ദേഹത്തിന് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അംശങ്ങളാണ് എല്ലാ കോമഡിയൻസും. കോമഡി ട്രാക്ക് തന്നെ ചാർലി ചാപ്ലിനിൽ ഓരോ ആ കിഡ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ല ഓരോ പടങ്ങളും. മലയാള സിനിമയിൽ ചേട്ടൻ്റെ ഒരു ആഗമന കാലം എന്ന് പറയുന്നത് തന്നെ അടൂർ ബാസി ചേട്ടനൊക്കെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നാം, ഞാൻ ചെയ്യുന്നതൊക്കെ ഫലിക്കുമോ, ഇതൊക്കെ മതിയോ, അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ? കാരണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ബാസിയേട്ടനാണ് ഒരു സിനിമ, മലയാള സിനിമ ഉണ്ടെങ്കിൽ ഒരു കോമഡി ട്രാക്ക് ചെയ്യുന്നത് ബാസിയേട്ടനാണ്. ബാസിയേട്ടൻ തീരുമാനിക്കണം ആരൊക്കെ വേണം എന്നുള്ളത്. ബാസിയേട്ടൻ്റെ അവിടെ ഒന്നെങ്കിൽ ശ്രീലത അല്ലെങ്കിൽ മീന ചേച്ചി ആരെങ്കിലും ആയിരിക്കും. അപ്പം അതിനകത്ത് അന്ന് തനിച്ച് നിൽക്കും കോമഡി. ഒരു അടുക്കള ഉണ്ടെങ്കിൽ അടുക്കളക്കാരത്തി അത് ഇവർ തന്നെയായിരിക്കും. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു പാല് കൊണ്ടുവരുന്ന പയ്യൻ, അല്ലെങ്കിൽ ഒരു വിറക് കിട്ടാനൊരു പയ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നത്, അത് ബാസിയേട്ടൻ വിചാരിച്ചിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ചില പടങ്ങളിലൊക്കെ അദ്ദേഹം എന്തെങ്കിലും ഒരു കൗണ്ടർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ഉള്ളത് മര്യാദക്ക് ചെയ്തിട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അല്ല, അതൊക്കെ മനസ്സിലുണ്ട്, നമുക്ക് മനസ്സിലുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തൊക്കെ ചെയ്യാനൊക്കെ പിന്നെയാണ് നമ്മൾ അതിലേക്ക് മാറിയത്. ശരിക്കുമുള്ള ഇംപ്രവൈസേഷൻ ഇതൊക്കെ ചെയ്യണം എന്ന് അത് ഏത് ഇറ തൊട്ടാണ് അങ്ങനെ തോന്നിയത്? അല്ല, നമുക്കിപ്പോ ഈ ഓട്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ അതിനകത്തൊക്കെ ഞാൻ ജനിച്ച വളർന്ന ഫോർട്ട് വെച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ആംഗ്ലിയൻ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധങ്ങളുണ്ട്. അതാണ് മിക്ക സിനിമ. പിന്നെ അതുകൊണ്ട് മിക്ക നമ്മൾ സിനിമയ്ക്കുള്ള തയ്യാറ് ഒരു പടത്തിൽ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ 10 പടത്തിൽ ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കും. സിനിമയുടെ ഒരു ഇതാണ്. ഒരു മഫ പോലീസാണെങ്കിൽ ഒരു 10 പടം പോലീസായിരിക്കും. എന്നാലും ശ്രീനിവാസൻ ഇറങ്ങി നിൽക്കുമ്പോൾ വിളിച്ചിട്ട് ഒരു ഓട്ടം ഉണ്ട്. അതെ, ഹൈ മുണ്ടാന്ന് പറയുന്നത്. അത് ഇപ്പോഴും എൻ്റെ വീടിന്റെ മുൻപിൽ കൂടി പോയി ഞാനങ്ങനെ അവിടെ നിൽക്കുന്നു, ഹായ് മുണ്ട എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേ ജനറേഷൻ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഇത്രയും വർഷത്തിന് ശേഷവും നമ്മൾ അതിലോ പരിഷ്കാരി എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് വലിയ
എന്നെ പോലെ ഒരു ചെറിയ ഒരു കലാകാരനൊക്കെ വലിയൊരു അവാർഡാണ്. ചെറിയ കലാകാരൻ 650 സിനിമ ചെയ്തൊരു വ്യക്തി എന്ന് വെറുതെ ഇങ്ങനെ പറയാ ചെറിയ കലാകാരൻ. എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം? ദൈവാധീനത്തോടെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നമ്മളായിട്ട് തരുന്നതല്ല, ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലും കർമ്മവും ധർമ്മമൊക്കെ മര്യാദയ്ക്ക് ചെയ്യുക. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർത്തിയില്ല. തരുന്ന മര്യാദയ്ക്ക് ഒരു സീനായാലും ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ചോറാണ്. അത് ബുദ്ധിപൂർവം ഇത്രയും നല്ലൊരു ജോലി വേറെ ഒരു ആളുകൾക്കും കിട്ടത്തില്ല. മര്യാദക്ക് അംഗീകാരം കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഞാൻ അവരോട് കുറ്റം പറയല്ല. മമ്മൂട്ടിയും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരു സീനും 2 സീനൊക്കെ അഭിനയിച്ചാണ് ഈ നിലവാരത്തിലെത്തിയത്. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള തകരാറ് ഞാൻ കണ്ടിടത്തോളം, സിനിമയേക്കാൾ കൂടുതൽ അവർക്ക് എൻ്റെ ശമ്പളം 75 രൂപ, മറ്റേ എന്ത് കിട്ടുന്ന 75, എനിക്കൊന്ന് വേണം. ഈ ഒരു കോമ്പറ്റീഷനാണ് കൂടുതൽ. ഞാൻ ഇപ്പോൾ കണ്ട ചില എല്ലാം പക്ഷെ എല്ലാം നല്ല കഴിവുള്ള പിള്ളേരാണ്, വെൽ പ്രിപ്പയർഡാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങൾ വരുമ്പം വർഷത്തിൽ 2-3 പടമുണ്ട്. പക്ഷെ അന്ന് സാങ്കേതിക ഇത്രയും ടെക്നോളജി ഒട്ടും വളർന്നില്ല. ഇത്രയും വളർച്ച ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പം അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ ലോങ് ലാസ്റ്റിങ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇല്ലെങ്കിൽ അവരെല്ലാം വെൽ സെറ്റിലാണ്. അപ്പം നല്ല കാശ് കിട്ടുന്നു, നല്ല ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ സൈഡായിട്ടൊക്കെ ഒരുപാട് മാറി, സിനിമ ഒരുപാട് മാറി. പഠിക്കാൻ നമുക്ക് മുൻപേ ഒരുപാട് ഗുരുക്കന്മാർ ചെയ്തു വെച്ച് പോയ വേഷങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാലും പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ അത് വേണം, എല്ലാത്തിനും വേണം. നമ്മൾ എന്തായിരുന്നു എന്നുള്ള ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്നാൽ നമ്മളായിട്ട് ജീവിക്കാൻ പറ്റും. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമർ വേൾഡാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നു വരണമെന്ന്. പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല. ചേട്ടൻ സിനിമയുടെ ഒരു പുഷ്കരകാലം തൊട്ട് സിനിമയിലുള്ള ഒരാളാണ്, മെഡ്രാസ് തൊട്ട്. അന്നൊക്കെ എത്രത്തോളം ഈ കുടുംബാംഗങ്ങളും സമൂഹവും ഒക്കെ സിനിമയെ അംഗീകരിച്ചിരുന്നു? അതൊക്കെ സിനിമയ്ക്കകത്തൊരു ഡ്രോബാക്സ്. അന്ന് സിനിമ അത്ര കാര്യമായിട്ട് അംഗീകരിച്ചില്ല. കാരണം ഒരു സിനിമാക്കാരൻ, ഞാൻ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഓടിയ ഒരാളാണ്. നാടകക്കാരൻ സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കൊടുക്കില്ല. ഇത് ഒരു പടം കഴിഞ്ഞ പിന്നെ എന്താണെന്നുള്ള അവരുടെ വീട്ടുകാർക്ക് അറിയില്ല. അപ്പം ഞാൻ ശോഭയെ കല്യാണം കഴിക്കാൻ പോകുന്ന നേരത്തെ എൻ്റെ അതെ കല്യാണം കഴിക്കാൻ പോകുന്നത് അതെ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത്, ശോഭയുടെ കൂട്ടുകാരത്തി തന്നെ പറഞ്ഞു, എൻ്റെ സ്ഥലത്തൊരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് ഒരുമാതിരി കോലം തിരിഞ്ഞ് ഹൈൽസ് നോക്കിയിട്ടൊരു കുട്ടിയായിരിക്കും. അപ്പം ഞാൻ ചെന്നപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, സാധാരണ ഒരു പെൺകുട്ടി. അപ്പം ഞാൻ രണ്ടെണ്ണം പിടിപ്പിച്ചിട്ടാണ് പോയത്, കാരണം ഒരു മനോധൈര്യത്തിന്. അപ്പം ഞാൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ, സിനിമയാണ്, പിന്നെ ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല, ചിലപ്പം ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ കൂജയിലെ വെള്ളമായിരിക്കും. അല്ല കാര്യം മറ്റേ കിടക്കല്ലേ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് എന്താണ് നമ്മുടെ കയ്യിൽ വരുന്ന ആ വരുമാനം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ചില ഫോട്ടോസ് സ്റ്റിൽസ് വരും, ചിലപ്പോൾ സിൽക്ക് സ്മിതയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്റ്റില്ലായിരിക്കും. ഇത് കണ്ടിട്ട് ചേട്ടാ ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ തൊഴിലും, അങ്ങനെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നാൽ ഒരാഴ്ച സമയം തരണമെന്ന്. ഞാൻ ഒരാഴ്ചയല്ല, ഒരു മാസം സമയം എടുത്തു. കാരണം ഒരു പെണ്ണെ കിട്ടാൻ വേണ്ടി അലഞ്ഞു കിടക്കുക. അതിൻ്റെ വിഷമം എനിക്കറിയാം. പക്ഷേ ഞാൻ പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞൊരു വ്യക്തിയായതുകൊണ്ട് അങ്ങനെ വിത്തിൻ 15 days കല്യാണം കഴിക്കും. നമ്മളൊക്കെ ഒരു ആദ്യം മക്കള് അടുക്കളയിൽ കയറാറില്ല, പക്ഷെ നമ്മൾ ആദ്യമായി പരീക്ഷിക്കുമ്പോൾ നമ്മൾ പുറത്തൊന്നും എല്ലാം വീട്ടിലാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ എങ്ങനെ ഇതിന്റെ കുറ്റം കുറവ്. ശോഭ ചേച്ചി ഇന്നൊരു വെൽ നോൺ ബ്യൂട്ടീഷ്യൻ ആണ്, പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിൽ എത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ചേട്ടാ? ചേട്ടന്റെ തലയിലും അങ്ങനെയൊക്കെ പരീക്ഷണം നടത്തിയാണല്ലോ കണ്ടില്ലേ, മുടിയൊക്കെ പോയി കംപ്ലീറ്റ്. ഒന്നുമില്ല കേട്ടോ, ഇത് നമ്മുടെ ഇതിന്റെ ഞാൻ ചുമ്മാ ഞാനിപ്പോഴും കളിയാക്കാറുണ്ട്. അതല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒരു മനസ്സാണ്, നമ്മുടെ മനസ്സെന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാടെന്നുള്ള ചിന്തകളൊന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നുണ്ട്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ല. മറ്റേത് അത് അവിടെ ഇത്രയും മറ്റേത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ആ പഴഞ്ചോറെങ്കിൽ പഴഞ്ചോറ്, ചമ്മന്തിയെങ്കിൽ ചമ്മന്തി, ബിരിയാണിയെങ്കിൽ ബിരിയാണി, ആ കൂട്ടത്തിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇത്തരത്തിലുള്ളൊരു മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ സാധാരണക്കാരനായി ജീവിച്ചു. പക്ഷേ ഒരു
ഒരു താരമായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണത്വം കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെ ചേട്ടൻ മാനേജ്? അല്ല, അത് കാര്യം അത് ഞാൻ പറഞ്ഞത് ഇത് മനസ്സ് തന്നെയാണ്. ഒരു പാലം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും. ഈ ഇറക്കത്തിൽ നമ്മൾ ഒരേ എക്സ്പ്രഷൻ ആയാൽ മതി. നമ്മളിതിങ്ങനെ പോകുന്ന എന്ന് പറഞ്ഞിരുന്നാൽ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ ഇനി എന്ത് ചെയ്യും ഇല്ല, ഇതിനകത്തുള്ളതാണ്. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ കട്ടറുണ്ടാവും, ചിലയിടത്ത് നല്ല റോഡ് കാണും, ചിലപ്പോൾ 2 ചാട്ടം ചാടും. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കൃഷ്ണൻ്റെ അമ്പലം, ഗുരുവായൂർ വലിയ റിച്ചസ്റ്റ് മാനാണ്, അവിടുത്തെ കൃഷ്ണനാണ്. ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരു കൃഷ്ണനുണ്ടാകും, അവിടുത്തെ വിഗ്രഹം കൃഷ്ണനായിരിക്കും. പക്ഷേ അവിടെ ഒരു നേരത്തെ ഒരു പുഷ്പാർച്ചന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നടത്തിയാലേ അവിടുത്തെ ശാന്തിക്കാരൻ ഒരു നേരത്തെ ഇത് കിട്ടുള്ളൂ. അവിടെ അധികം കൂടുതൽ പോകാറില്ല. ഞാൻ പോകാറില്ല, ഒരു മുടിഞ്ഞമ്പലം പോലെയാണ്. ഇതേ ആൾ തന്നെയാണ് ഗുരുവായൂരിരിക്കുന്നത്. അപ്പം അതിനകത്തും വേർതിരിവുണ്ട്. സത്യം. നമുക്ക് അതിനകത്ത് എല്ലാം നമ്മളായിട്ടുണ്ടാക്കുന്നതാണത്. അതെ, നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സുമാണ് മാത്രമുള്ളത്. ഇതേ ആള് തന്നെ കൃഷ്ണൻ തന്നെ ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഒരു മുടിഞ്ഞമ്പലം ഞാനൊന്നും പോകാറില്ല, പക്ഷെ കൃഷ്ണനാണ്. പക്ഷെ അവിടെ ഒരു 2 ആള് പോയാലേ ഒരു പുഷ്പാർച്ചന കഴിഞ്ഞാൽ അവിടുത്തെ ശാന്തിക്കാരെ ജീവിക്കാനൊക്കെ ഉള്ളൂ. അയാൾ അതുകൊണ്ട് ജീവിക്കുന്നത്. അപ്പുറത്തെ വേറെ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതിനകത്ത് ചെറുതും വലുതൊക്കെ അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. നേരത്തെ പറഞ്ഞു പെണ്ണ് കാണാൻ പോയപ്പോഴേ ഞാൻ 2 പിടിപ്പിച്ചു. പക്ഷെ ഒരു ചെറിയ ടെൻഷന്റെ ആളാണ് ഞാൻ. പണ്ട് നായർ സാബിൽ കേട്ടിട്ടുണ്ട് എന്റെ ശ്വേത നോയിക്കോളണോ എന്ന് പറഞ്ഞു. എത്രത്തോളം പേടിയുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ ചാടാൻ? അല്ല, നമുക്കിതൊന്നും അന്നൊരു നമ്മുടെ മനസ്സിൽ നമ്മുടെ തൊഴില് പിന്നെ നമ്മുടെ ചോറ് എന്നും പറഞ്ഞാണ് ചാടുന്നത്. സത്യം. കാരണം ചാടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഐസ് ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം 4 അടി ഹൈറ്റിലാണ് നമ്മൾ. അത് 4 അടി ഐസ് ഉണ്ട്, അതിന്റെ മുകളിലാണ് ചാടുന്നത്. ഈ കാല് ഊരിയൊക്കെ എടുക്കണമെങ്കിൽ സമയം അതിനു മുമ്പ് മാറിയില്ലെങ്കിൽ മറ്റേ മുന്ന് തലയിൽ വീഴും. പിന്നെ ഞാൻ പറയും തട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഐസ് ആയതുകൊണ്ട് വീട്ടുകാർക്ക് സൗകര്യം പോലെ വന്നിരുന്ന് കാണാം. കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജോഷി സാറിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടെയായിരുന്നു ജോഷി ഏട്ടൻ അല്ലേ? അതെ അതെ. ജോഷി സാറിന്റെ പടം എന്ന് പറയുമ്പോൾ ആരെയും അങ്ങനെ തൊഴിൽ ബഹളമൊന്നുമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോട്ടബിളാണ്. നമ്മൾ എടാ നീ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ. അല്ല, പിന്നെ ബെസ്റ്റ് ഷോട്ട്സ് അദ്ദേഹം എടുക്കുന്ന ഓരോ ഷോട്ട്സും അതുപോലെ ആയിരിക്കും. നമ്മളതിന് വളരെ ഇൻവോൾവ്മെൻ്റ് ആകണം എന്നുള്ള പുള്ളിക്ക് നിർബന്ധമാണ്. പുള്ളിയെ കണ്ടാൽ ഇങ്ങനെ നമ്മൾ പേടിച്ചു പോകുന്നില്ല, പക്ഷെ പുള്ളിയുടെ നല്ല മനസ്സാണ്. ആ രൂപത്തിൽ നമ്മൾ പേടിച്ചു പോകും.